ഈ ഷൈനി സംഭവമോ അഭയ സംഭവമോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ക്നാനായ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നുമല്ല. ഞങ്ങളുടെ ക്നാനായ സമൂഹം വളർന്നുകൊണ്ടായിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേരളത്തിലെ എടുത്തു, അമേരിക്കയിലെ എടുത്തു, ബ്രിട്ടനിലെ എടുത്തു, എവിടുത്തെ വേണേലും ചരിത്രമെടുത്തു, ഞങ്ങളുടെ ആൾക്കാർ മുന്നോട്ട് തമ്പുരാൻ കൂടുതലുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു പിടിപ്പിച്ച് പറഞ്ഞേക്കുന്നത് സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഞങ്ങളുടെ സമുദായം നിലനിൽക്കുമെന്നാണ്. ഞാൻ ഒന്നുകൂടെ കടത്തി പറയുന്നു, കൽപ്പാന്തകാലത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ മേല, നിങ്ങളത് പഠിക്കുക. കൽപ്പാന്തകാലത്തോളം ഞങ്ങളുടെ ഗ്രാനായക്കാർക്കും ഞങ്ങളുടെ ഗ്രാനായ സഭയ്ക്കും ഒന്നും സംഭവിക്കില്ല. ദൈവം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. സാറിപ്പോൾ പൂർണ്ണമായിട്ടും ജ്ഞാനായ സഭയെ പിന്തുണച്ച രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു തെറ്റും ചെയ്യില്ല, അവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അച്ഛന്മാർക്കൊക്കെ നല്ല ക്യാരക്ടറാണ്, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഷൈനിയുടെ കേസിൽ യാതൊരു പ്രതികരണവും ജ്ഞാനായ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ഒരു വിഭാഗം മാത്രമാണ്. എന്റെ സഹോദരി, ഞാൻ പറഞ്ഞുതരാം. കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം ഒരു സൂയിസൈഡ് ചെയ്താൽ അങ്ങനെ തെമ്മാടിക്കുഴിയിലാണ്. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കും. തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ എല്ലാ ചവക്കോട്ടയ്ക്കകത്തും അങ്ങനെയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഗ്രാനായക്കാരുടെ പള്ളികളിൽ ഞങ്ങളത് ചെയ്യാറില്ല. കാരണം ഒരു ഗ്രാനായക്കാരനോ ഗ്രാനായക്കാരെത്തിയോ അപമൃത്യു സംഭവിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് രക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ ഷൈനി പെൺകുഞ്ഞുങ്ങളും മരിച്ചിട്ട് എന്ത് ചെയ്തു എന്നല്ല ചോദിച്ചു. അതെ, നിങ്ങളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസികളും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവരെ കാരിത്താസിൻ്റെ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നെ ചാനൽകാരുണ്ടാക്കിയ സംഭവം ശവാടക്കിൻ്റെ കാര്യം. ശവാടക്ക് ഒരു ക്രാനായക്കാരിൽ നിന്നുള്ള നിലയിൽ ആ നോബി എന്ന മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ പള്ളിയിൽ ഞങ്ങളുടെ കല്ലറയിൽ ശവമടക്കണമെന്നും അവന് ജീവിതകാലത്ത് സൂയിസൈഡ് ചെയ്ത് അവൻ കൊന്നൊന്നുമല്ല, അവൻ്റെ ഭാര്യയെപ്പറ്റിയും അവൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റിയും അവൻ ചിന്തിച്ചുവെങ്കിൽ ഇത് തെറ്റിരിക്കുന്നു. രണ്ടാമത് 14 വയസ്സുള്ള ഒരു ചെറുക്കൻ, 10 വയസ്സുകാരനോ 8 വയസ്സുകാരനോ അല്ല, കൗമാരപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറുക്കൻ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങന്മാരും എൻ്റെ പള്ളിയിൽ എൻ്റെ കല്ലറയിൽ അവരുടെ കല്ലറയിൽ വേണമെന്ന് ആഗ്രഹിച്ചു. അതിനെ ആർക്ക് എതിർക്കാൻ പറ്റും? പിന്നെ ഇവിടെ യൂട്യൂബിൽ കണ്ട് ഞങ്ങളുടെ മെത്രാൻ അവരെ പോയി കണ്ടില്ലെന്ന്. സൂയിസൈഡ് ചെയ്ത വ്യക്തികളെ ഞങ്ങളുടെ അച്ഛന്മാർ പോലും വീട്ടിൽ പോയി ശവമെടുക്കാറില്ല. പക്ഷേ ഇതത്രയോ അധികം വൈദികരും കന്യാസികളും പങ്കെടുത്ത ഒരു ശവമടക്കാണ് അവിടെ നടന്നത്. എത്രയോ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അപമൃത്യു അല്ലെങ്കിൽ സൂയിസൈഡിന് കൊടുക്കുന്നത് വീട്ടിലേക്ക് വൈദികർ പോലും പോവില്ല. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയ ഫുൾ പ്രാർത്ഥന പോലും നടത്തില്ല. കാരണം സമൂഹത്തിൽ അത് റിപ്പീറ്റ് ചെയ്യരുത്, അതൊരു നല്ല കാര്യമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വിട്ടിട്ട് സഭ പൂർണ്ണമായി സഭയുടെ പരിധിക്കകത്ത് നിന്ന് സഹകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് പിതാവ് അവിടെ ചെല്ലുകയും ബഹളം വെക്കുകയും കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനും വിമർശിക്കുക, എന്തുകൊണ്ട് പോയി, ഇതിന് മുമ്പുള്ളതിന് പോയിട്ടില്ലേ എന്ന് വിമർശനവും ഉണ്ടാകും. ഇത് കായംകുളം വാട് പോലെയാണ്. അച്ഛനും പിതാക്കന്മാരും ജനം ഏത് വശമെടുത്താലും മൂർച്ച വെച്ച് അവർ നിൽക്കൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായിട്ടും സഭ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞ പോലെയുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും നാണംകെട്ട കാര്യം പറയുന്നുണ്ട്. ഞാനതിനെപ്പറ്റി പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഗ്രാനായ കുടുംബങ്ങളിൽ സംഭവിച്ച അപജയങ്ങളുടെ കഥയാണിത്. ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിൽ ആരെയും തെറ്റു പറയുന്നില്ല, കൂട്ടും പറയുന്നില്ല. പിന്നെ ഷൈനി എന്ന സഹോദരിക്കുണ്ടായ ദുഃഖം, അവള് എന്തിന് ആ കുഞ്ഞുങ്ങളെ കൂടെ വലിച്ചിഴച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് കവർ ചെയ്ത് പോകണം. ഇങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. എനിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അവരെ പോയി സൂയിസൈഡ് ചെയ്യാം. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ മെറിറ്റും ഡിഫക്റ്റും അനലൈസ് ചെയ്യണം.
നാളെ ഇത് വേറൊരാൾക്ക് പ്രചോദനമാകാണ്ടിരിക്കാൻ വേണ്ടി നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ക്രിസ്തീയ മെത്രാന്മാരന്ന് സൂയിസൈഡ് ചെയ്തെടുത്തുനിന്ന് പോയാൽ ഞങ്ങളും വഴക്ക് പറയുന്നത്. സാറ് പറഞ്ഞ രീതിക്ക് വെച്ച് നോക്കുമ്പം ഷൈനിനെയാണ് പൂർണ്ണമായിട്ടും സാറ് പറയുന്നത്. ഇപ്പം കുട്ടികളെ കൊലപ്പെടുത്തി എന്ന് വരെയാണ് പറഞ്ഞത്. അപ്പം ഒരു പക്ഷേ കൊലപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അല്ല, വലിച്ചടിച്ചുകൊണ്ട് പോയി ആ കുട്ടികളെ. വലിച്ചടിച്ചുകൊണ്ട് പോയി വീഡിയോയിൽ കണ്ട കാര്യം. അതെ, അപ്പം അവർ ആ കുട്ടികൾ അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല, അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്റെ വേർഷൻ ഞാൻ ഇതിനെപ്പറ്റിയും പറയാം. ഞങ്ങളുടെ ക്രിസ്തീയ വേഷം അനുസരിച്ച്, വേർഷനാണ് അനുസരിച്ച് ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ സൈത്താൻ, അതായത് പിശാച് അവരെ നയിക്കുന്നു, പിശാചിന് അടിമയാവും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ഈ 10ഉം 11ഉം വയസ്സുള്ള കുട്ടികൾ പിശാചിന് അടിമയായിട്ടില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവമായ ദൈവികമായ ഒരു വീക്ഷണത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ആരാണ് പിശാചിന് അടിമയായത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഷൈനി എന്ന സ്ത്രീ, ഇയാളെ ഞങ്ങളുടെ സഹോദരി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ഞാൻ ചോദിക്കുന്നു. പക്ഷെ അവർക്ക് വേറൊരു വഴിയുമില്ലാതെ നമ്മളിപ്പോൾ ഒരുപാട് വഴികളുണ്ട്. അതിനേക്കാളും കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കാണിച്ചു. അവര് അയച്ച ഫ്രണ്ടിന് അയച്ച മെസ്സേജും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ റെക്കോർഡ് വരുമ്പം പറയാം. അല്ല, അത് കുറെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്നുമില്ലാതെ നാട്ടുകാരടക്കം ഇങ്ങനെ പറയൂ. ആ കറക്റ്റ് മെസ്സേജ് ഫോറൻസിക്കിന്റെ ഇരിക്കുക. ആ മെസ്സേജുകൾ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വർത്തമാനം പറയാം. ഇപ്പൊ സാറിന് ഈ ഒരു കേസിൽ സാറിന് എന്താണ് തോന്നുന്നത്? കാരണം എന്ത് കാരണത്താലായിരിക്കും ഷൈനി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക? നമ്മളിപ്പോ പൊതുവെ കേൾക്കുന്നത് ഭർത്തൃപീഡനം അല്ലെങ്കിൽ വീട്ടിലെ പീഡനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഉത്തരം പറയാം. ഇതിന് സയന്റിഫിക് ആയിട്ട് വികസിത രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരാളിങ്ങനെ സൂയിസൈഡ് ചെയ്യും വിചാരിക്കുക, അവിടെ യൂട്യൂബർമാരും ആരും വന്നല്ല വർത്തമാനം പറയും. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലഡ് പരിശോധിക്കും. ബ്ലഡ് എന്തിനാ പരിശോധിക്കണമെന്നറിയാമോ? മയക്കമരുന്ന് അടിമയായിരുന്നോ ഇത് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിക് ഡോക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യും അതിനെപ്പറ്റി പഠിക്കാൻ, അവളെ വീട് പരിസരങ്ങളെ എല്ലാം പഠിക്കാൻ. അത്രയും ചെയ്ത് കഴിയുമ്പം സൈക്കോളജിക്കലാണോ സൈക്കാട്രിക്കലാണോ മയക്കുമരുന്നോ ഇത്യാദികളാണോ എന്നുള്ളതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ആ സാഹചര്യം, അതാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവളുടെ മാനസിക വൈകല്യമായിരുന്നു, ഏത് സാഹചര്യമായിരുന്നു, അവൾ ജീവിതത്തിൽ അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നായിരിക്കും. ഇവിടെ ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ ഭർത്താവിൻ്റെ വീട്ടുകാരെ അച്ഛനെയും തെറി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ അപ്പനിലേക്ക് വന്നു. ഇപ്പം ഇന്നത്തെ വീടിൻ്റെ അകത്ത് സഹോദരന്മാരും സഹോദരിമാരെ പറ്റിയും പറഞ്ഞു. അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടോ? നിങ്ങളെന്തെങ്കിലും പറഞ്ഞു? അവിടെ എന്തുകൊണ്ട് മരിച്ചു, എങ്ങനെ മരിച്ചു, അത് അനലൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോട് ചോദ്യം ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും? ഞാൻ അതിന് സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അല്ല. അല്ലാണ്ട് എങ്ങനെ പറയും? ഷൈനിയുടെ ബ്ലഡ് പരിശോധിച്ചിട്ടുണ്ടോ? അവൾ തലേദിവസം വല്ല മയക്കമരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടാണോ പോയേക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ 1 മാസത്തിനിടയ്ക്ക് ഒരുത്തൻ 5 പേരെ തലക്കടിക്കുമോ? ഇത്രയും പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥയും മകളും കയറി സൂയിസൈഡ് ചെയ്തു, സമാനമായ ഷൈനിയുടെ കൂട്ട്. അതിനെപ്പറ്റി ഒരു ചെറിയ പത്ര റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ ജ്ഞാനായ സഭ ആയതുകൊണ്ടും അവിടെ ആ വീട്ടിലൊരു വൈദികൻ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ലേ ഇത്രയും പ്രകമ്പനം ഉണ്ടായത്. നിങ്ങൾ വീണ്ടും ചോദിക്കും ഷൈനിയുടെ ഇതിനെപ്പറ്റി. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, ഞങ്ങളുടെ ജ്ഞാനായക്കാരത്തിയ. ഭയങ്കര ദുഃഖമുണ്ട്. ആ പിള്ളേരുടെ ഫോട്ടോ പോലും കാണാൻ പറ്റും. ദുഃഖമുണ്ട്. അല്ലാണ്ട് എന്നാ പറയാനാ? ആർക്കെന്ത് പറയാൻ പറ്റും? ഷൈനിയുടെ സാഹചര്യം ഇതല്ലേ. സാഹചര്യം എന്നാന്ന് നിങ്ങളൊന്ന് പഠിക്കും. നിങ്ങൾക്ക് എന്നാ തോന്നിയേക്കുന്നത്? നമ്മളിപ്പോ ഈ ഒരു കേസുമായിട്ട് നമ്മളിപ്പോ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ വീട്ടില്
ആ പരിസരമൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുടെ കുടുംബക്കാർ തന്നെ പറയുന്നത് ആ ഒരു വീട്ടിൽ ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഷൈനി എന്ന് പറഞ്ഞൊരു ആ ചേച്ചി എന്ന് പറയുന്നത് ഒന്നിനും ആരെന്ത് ചെയ്താലും എത്ര ഉപദ്രവിച്ചാലും ആരോടും പരാതി പറയാതെ എല്ലാം സഹിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. പിന്നെ ഇപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുന്നത് മദ്യപിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ പിന്നെ ഇതിനകത്ത് വരുന്നത് അവരുടെ അമ്മ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. പിന്നെ ഈ വരുന്നത് ഇതിനകത്തുള്ള ആ വൈദികൻ എന്ന് പറയുന്ന അച്ഛന്റെ കാര്യമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായം ആ ഒരു നാട്ടിലാണെങ്കിലും അവരുടെ കുടുംബത്തിലാണെങ്കിലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ മുമ്പേ ചോദിച്ചു അദ്ദേഹം എന്ത് ചെയ്തു എന്നൊന്ന് പറയാൻ പറഞ്ഞു, പർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു. ഇപ്പോ ഞാൻ നോക്കിയിട്ട് ഷൈനിയെ പറഞ്ഞിട്ടില്ല, ഷൈനിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല, അവളുടെ ആങ്ങളമാരും ആരും അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു സ്ത്രീ കരിങ്ങുന്ന അവരുടെ വീടിൻ്റെ അടുത്തോ ഭാഗത്തോ തൊടുപുഴയുള്ളത് ഒരു പ്രസ്താവന നടത്തി. അത് ഹാർഡ് ഫാർമർ എന്ന് പറഞ്ഞാണ്. ആ സ്ത്രീ പറഞ്ഞതിൻ്റെ അവസാനം തന്നെ അവർ ചോദിക്കുന്നുണ്ട്, യൂട്യൂബർ, ഇത് ചേച്ചി എങ്ങനെയാണ് അറിഞ്ഞ് അപ്പം പറഞ്ഞു കേട്ടതാണെന്നത്, നേരിട്ട് പോയി ഒരു ബന്ധവും. അപ്പം അങ്ങനെ ഒരു മൂന്നാം കാര്യം അവിടെ മുതലാണ് ചൂടാകും. അവർ അച്ഛനെ പറ്റി കുറ്റപ്പെടും. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൂഫ് തരുവാണെങ്കിൽ ഞങ്ങളും പറയും, അറസ്റ്റ് ചെയ്യാൻ പറയും. ഞാൻ അതിനകത്ത് ആരും വിട്ട് വീഴ്ചയില്ല. ഇപ്പൊ ഈ വൈദികൻ എന്ന് പറയുന്ന അച്ഛൻ തന്നെ ഒരു വക്കീല് കൂടി ആയതുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വീടുകളിലാണെങ്കിലും കുടുംബക്കാരുമായിട്ടും ഇവർ ഒരുപാട് കേസുകളിലും അതുപോലെ ഒരുപാട് അക്രമാസക്തമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുടുംബമാണ് എന്നുള്ള രീതിക്കും, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്ക്, ബാക്കി നമുക്ക് അങ്ങനെ കാണാം എന്നുള്ള രീതിക്കാണ് ഇവര് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇവരുടെ കുടുംബക്കാരും അതുപോലെ നാട്ടുകാരും പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ അവരുടെ അടുത്ത് പ്രതികരിക്കാൻ പറയുമ്പോഴും ഇപ്പൊ പ്രസിഡന്റ് വരെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു. അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വരെ ഈ ഒരു കാര്യത്തിൽ ഭീഷണി വരുന്നുണ്ട് എന്നുള്ളൊരു നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ടു, ഭീഷണി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ഭീഷണിയാണ്, അത് പേടിച്ചാണ് ഞങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കാത്തത് എന്ന് പറയുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട് ആ നാട്ടില്. കാണുമായിരിക്കും, ഭീഷണി വരുന്നോടത്തോണ്ട് പ്രതികരിക്കാത്തവര് കാണുമായിരിക്കും. നമ്മൾ സംസാരിച്ച് വന്നത് കാനായ സഭയ്ക്കുണ്ടായ എഫക്റ്റിനെ പറ്റിയാ പറഞ്ഞത്. കാനായ സഭയ്ക്ക് കാനായ കത്തോലിക്ക് ഇത് പുത്തിരി അല്ലെന്നേ ഞാൻ പറഞ്ഞു. അല്ല, അത്തരത്തിൽ ഭീഷണി വരണമെങ്കിൽ അതിനകത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവുമല്ലോ, ഇവരുടെ ഈ വീട്ടുകാരുടെ ഭാഗത്തും. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡ്, അവര് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു, അതായത് ഈ കുട്ടികളെയും ഷൈനിയെയും അവരുടെ പള്ളിയിൽ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് സമാധാനം കൊടുത്തില്ല? അതായത് എപ്പോഴും വഴക്കായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ട്. അവരിപ്പോ മരിക്കണമെങ്കിൽ തന്നെ മരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഒരു നല്ല ഫാമിലി ലൈഫ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നോബി അവരുടെ പള്ളിയിൽ അടക്കം ചെയ്തു എന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ സാറിന്? ഒരു ഭാര്യയെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. വഴക്കും പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ വഴക്കും പിണക്കവും ശലം കഴിയുമ്പോൾ പിണക്കവും തീരുകയൊക്കെ ചെയ്യും. വഴക്കമുണ്ടായി പിരിഞ്ഞു പോയവർ പോലും ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിയുമ്പോൾ അന്നേരത്തെ വേറൊരു അവസ്ഥയാണ്. അന്നേരം അതുവരെ ചെയ്തിരിക്കുന്ന തെറ്റും ശരിയും ഒക്കെ മറക്കും. അവനവൻ്റെ ഭാര്യ മരിച്ചപ്പം അവൻ്റെ ഭാര്യയായിട്ടും മരണപ്പെട്ട മക്കൾ അയാളുടെ മക്കളായിട്ടും അയാൾ ചിന്തിച്ച് കാണും. അങ്ങനെ ചിന്തിച്ച ഒരു വേർഷനെ നമ്മൾ എന്തിനു കുറ്റം പറയണമെന്നാണ് എൻ്റെ ചോദ്യം. അത് ജീവിച്ചിരുന്നപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതിന് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അയാളുടെ മനസ്ഥിതി വേറെയാണ്. പശ്ചാത്താപം കാണും, ദുഃഖം കാണും, ചെയ്തതിനെപ്പറ്റി എനിക്കത് തെറ്റിപ്പോയായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കൂട്ടത്തിൽ വളർത്താവായിരിക്കും, അവൾ നല്ലവളായിരുന്നു, കുറേയൊക്കെ കൂടെ റീതിങ്ക് ചെയ്യുന്നത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും അത് കഴിഞ്ഞ് ഈ ഭാര്യ മരണപ്പെട്ട് കഴിയുമ്പോഴും എല്ലാ അവസ്ഥയും മാറും. അങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ ഷൈനിയുടെ കേസിൽ തന്നെ ഒരുപാട് ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു കേസില്. അപ്പോ ഇപ്പൊ കാരിത്താസിലാണെങ്കിലും ജോലി കിട്ടിയില്ല, അതിന് കാരണം ഈ അച്ഛൻ അതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെറുതെ പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടത്. അച്ഛൻ അവിടെ അങ്ങനെ OS അച്ഛൻ്റെ വേറെ സഭയുടെ അച്ഛനാണ്, കാരിത്താസുമായിട്ട് അങ്ങനെ വേറെ ബന്ധമൊന്നുമില്ല.
രണ്ടാമത് ജോലി കാരിത്താസിൽ നിന്ന് കൊടുത്തതല്ലേ. നിങ്ങൾ ഈ കിട്ടിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അവർ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് അവർ കൊടുത്തതാണ്. അന്നേരം അവൾ റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഫേമിൽ പോയി ചേർന്നത്. പിന്നെ അതിന് കാരിത്താസിൽ നിന്ന് കൊടുത്തില്ല എന്ന് പറയണത്. രണ്ടാമത്തെ കാര്യം, കാരിത്താസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റിയും വെർജിനിറ്റിയും കാത്തു സൂക്ഷിക്കുന്ന ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് അഭിമാനമുള്ള കേരളത്തിലെ ഒന്നാമത്തെ ആശുപത്രിയാണ് കാരിത്താസ്. അവിടുത്തെ പേഷ്യൻസ് മുഴുവൻ ഗ്രാനായക്കാരല്ല. 10% പോലും ഞങ്ങളുടെ ആൾക്കാരോ രൂപക്കാരോ ഇല്ല, പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഷൈനി എന്ന് പറഞ്ഞ പെണ്ണ് 9 വർഷമോ 10 വർഷത്തെ ഗ്യാപ്പിൽ നേഴ്സിംഗ് ജോലിയിൽ നിന്ന് വിട്ട് എന്ന് പറയുന്നതിനകത്ത് വരുമ്പം അവരതിൻ്റെ ക്വാളിറ്റി നോക്കി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥാപനത്തിനകത്തേക്ക് ജോലി ചോദിച്ചെന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞാൽ പറ്റും. എന്നിട്ട് അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞു. അവരൊന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിയുമ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട്, അല്ലാണ്ട് ഓടിയങ്ങ് വരുന്നതിനോട്ട് കാരിത്താസിലേക്കും കയറ്റി വെക്കാൻ പറഞ്ഞാൽ പറ്റും. ആ ആശുപത്രിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് തന്നെ കാര്യമായിരിക്കും. നീ ആ മറുവശം ചോദിക്കുക, ഇവള് കാരിത്താസിലെങ്ങാനും ജോയിൻ ചെയ്തിട്ട് ആണ് സമയത്ത് ഈ സംഭവം നടക്കണമെങ്കിൽ ഇവിടുത്തെ സ്ഥിതി എന്തായിപ്പോയത്? കാരിത്താസിനെയോ ഡോക്ടർമാരെയോ ഞങ്ങളുടെ ഭർത്താന്മാരെ ഇവിടെ ആരെങ്കിലും വെറുതെ വിടുക? പക്ഷേ ഒരുപാട് വോയിസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടല്ലോ. അതായത് ജോലി അന്വേഷിച്ച സുഹൃത്തുക്കളോടൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഏഷ്യൻ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ഒരു, ഞാൻ ആ പേര് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഈ അവസാന നിമിഷങ്ങളിൽ വേറൊരു ഓപ്ഷനും ഇല്ലാതെ മറ്റു ഹോസ്പിറ്റലുകളിലൊന്നും നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോൾ ലാസ്റ്റ് ഇന്നൊരു ഹോസ്പിറ്റലിൽ എന്തോ മെസ്സേജസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി കാണുന്നുണ്ട്. അവിടത്തേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ അന്വേഷിച്ച ഒരു വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ആയിരുന്നു. ഒരു മെസ്സേജിന്റെ അകത്ത് കണ്ടത് ബോംബെക്ക് പോകാനിരിക്കുവായിരുന്നു, ബോംബെയിൽ ഏതോ ആശുപത്രിയിലായി പോയത്. അതിന് പിള്ളേരെ ഹോസ്റ്റലിലാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മെസ്സേജുകളാണ്. പക്ഷെ അത് ഷൈനിയുടെ തന്നെ സൗണ്ട് ആയിരുന്നു, ശബ്ദം. എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ഈ യൂട്യൂബർമാര് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. ഇപ്പൊ സാർ തന്നെ പറഞ്ഞു ഇപ്പൊ ബോംബെക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ കുട്ടികളെ നമ്മളിപ്പോ അവിടെ പോയി അന്വേഷിച്ച കാര്യത്തില് നമുക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വന്തം വീട്ടിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. 9 മാസമായിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അവിടെ സുരക്ഷിതമല്ല എന്നുള്ളൊരു എന്താ പറയാ നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കാരണം കുട്ടികളെ ഹോസ്റ്റലിലാക്കേണ്ട കാര്യമില്ല. കാരണം സ്വന്തം അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ. അപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലാക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടായിരിക്കാം എന്നുള്ളൊരു, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് അത് സെൽഫിഷായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാകാം 2 ഗ്രാനായ കുടുംബങ്ങളാണ് ഇവിടെ പിച്ചച്ചീറിപ്പെടുന്നത്. 1, ഞങ്ങൾ ജനറലായിട്ട് നോക്കുമ്പോൾ. 2, അവിടെ 14 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ട്. അവന് ജീവിക്കേണ്ടതാണ്. അപ്പനില്ല, അമ്മയില്ല, പെങ്ങന്മാരില്ല. അപ്പോൾ എനിക്ക് വേദന ആ ചെറുക്കനെ പറ്റിയാണ്. ഇതിൻ്റെ അകത്ത് കൂടുതൽ അനലൈസേഷനോ കാര്യങ്ങൾക്കോ പോയാൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. ഇത് സംഭവിച്ചു പോയി. നാളെ വേറൊരു വീട്ടിൽ ഇത് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമൂഹത്തിനും കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒറ്റപ്പെട്ടു പോയ ആ കൗമാരക്കാരനെ പറ്റി ചിന്തിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതുമായിട്ട് പറഞ്ഞ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളും പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതല്ലേ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞ മകനെ കൊണ്ട് വരാൻ പരാതി കൊടുപ്പിച്ചായിരുന്നു. എങ്ങനെ കൃത്യമായിട്ട് പറയാം? അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് കണ്ട മറുനാടൻ്റെ യൂട്യൂബർ ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ അമ്മയായിട്ട് സംസാരിക്കുന്നു. കല്ലിത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. ഉടനെ മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചോ എന്ന് ഈ അവിടെ ചെന്നേക്കുന്ന യൂട്യൂബർ വീഡിയോയിൽ കാണാമെന്ന് ചോദിക്കുന്നു. ഉടനെ അവിടുത്തെ അവൻ്റെ അനിയൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു. യൂട്യൂബറെ വിളിക്കുന്നു. നീ പരാതി കൊടുത്തെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനൊരു പ്രൂഫ് തരാം, ഞങ്ങളത് കൊടുത്തിട്ടില്ല എന്ന് യൂട്യൂബറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയണത് അതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ ആര് പറയുന്നത് ചോദിക്കേണ്ട കാര്യം ഇല്ലെന്ന ആ യൂട്യൂബ് കണ്ടപ്പോൾ അത് മറുനാടൻ മലയാളിയുടെ ഒരു അതിനകത്ത് നിങ്ങളത് എടുത്തു വെച്ച് നോക്ക്. ആ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഉണ്ടായിരുന്നു. വ്യക്തമായിട്ട് പറയുന്നത് നീ ഞങ്ങളത് കൊടുത്തിട്ടില്ല, കൊടുത്തെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ കോപ്പി കാണുമല്ലോ, ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു.
അവനൊന്നും മിണ്ടാണ്ട് പോവുകയാണ്. അവിടെയാണ് ഈ മീഡിയയുടെ ദുർവാസന എന്ന് ഞാൻ പറയുന്നത്. ഒന്നുമില്ലാത്ത ആ ചെറുക്കനെ പോലും അമ്മയ്ക്കെതിരെ പെറ്റീഷൻ കൊടുത്തെന്നും പറഞ്ഞ് ചിത്രീകരിച്ച് വഷളാക്കി. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആ യൂട്യൂബ് എടുത്ത് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് ഇതിൽ അവരെ വർത്തമാനം പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ 2 വീട്ടുകാരെ അറിയാൻ പാടില്ല, യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ദുഃഖം ഞങ്ങളുടെ 2 കാനായ ഫാമിലി എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയ ആ ഒരു ചെറുക്കനുണ്ട്, ഒരു കൗമാരക്കാരൻ. അവൻ്റെ കാര്യത്തിൽ ഇവിടെ ആരും ഒന്നും ചിന്തിച്ചില്ലല്ലോ. അവനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഗ്രാനായ സഭയ്ക്ക് ഇതെല്ലാം പറ്റുമോ അല്ലെങ്കിൽ ദുഃഖമുണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ? ഞങ്ങളുടെ ഗ്രാനായ സഭയ്ക്ക് ഇതിനേക്കാളും അനേക സംഭവങ്ങൾ ചരിത്രത്തിൽ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അതിജീവിച്ചാൽ വന്നേക്കുന്നത്. അതായത് ആ അച്ഛൻ എവിടെ നിന്നൊക്കെ വന്നോ അവിടെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള രീതിക്ക് അതും കേട്ടിട്ടുള്ളതാണേ. അച്ഛനെ പറ്റി അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങേർക്ക് രൂപതയ്ക്ക് അങ്ങനെ ഒരു ശല്യക്കാരനെന്ന് തോന്നിക്കാണിയാലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള രചന വെക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ജ്ഞാനായ സഭയിലെ പുരോഹിതരെല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സംശയം എന്നായിരിക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ല. ജ്ഞാനായ രൂപതയില് ഈ മറ്റു രൂപതകളിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെയല്ല ഞങ്ങളുടെ അച്ഛന്മാർ. ഞങ്ങളുടെ വൈദികർ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമാതിരി സന്തുഷ്ടിയിലും സമ്പുഷ്ടിയിലും ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അതിൽ നിന്ന് ദൈവവിളി എന്നും പറഞ്ഞൊരു വൈദികനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അച്ഛന്മാർ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർ വിദ്യാഭ്യാസമുള്ളവരും സുന്ദരന്മാരും പരീക്ഷണങ്ങളിൽ വീഴാണ്ട് പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കണ്ടു. ചില അച്ഛന്മാരെ പറ്റി കള്ളു കുടിച്ച, ചിലർ കള്ളു കുടിച്ചവർ കാണും. ഞാൻ പറഞ്ഞല്ലേ, അത് 10 എണ്ണത്തിൽ 2-3 ഒക്കെ പശയിൽ പോവായിരിക്കും. അതുകൊണ്ട് മൊത്തം ഗ്രാനായ വൈദികർ മോശമെന്ന് പറയാൻ പറ്റില്ല. മുഴുവനായിട്ട് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നല്ലതെന്ന് പറയാൻ പറ്റില്ല. ചില വൈദികർ പള്ളികളിലെ പണവ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഇടവക്കാരുടെ ഞങ്ങളുടെ കുഴപ്പമാണ്. ഇടവകയിലുള്ള പണത്തിലോ കാര്യങ്ങളിലോ വൈദികരെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ സാറ് പറയുന്നത് ഈ നൂബിയും അതുപോലെ തന്നെ നൂബിയുടെ ആ സഹോദരനായിട്ടുള്ള അച്ഛൻ്റെ ഈ ഭാഗത്ത് ഒരു തെറ്റ്, ഷൈനിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെറ്റുമില്ലെന്നാണോ? എൻ്റെ സഹോദരി, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, നോബിയുടെ സഹോദരൻ അച്ഛൻ്റെ കാര്യം ഷൈനി പറഞ്ഞതായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഷൈനിയുടെ വീട്ടുകാർ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ആകെ പറയണത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒന്ന് ചെന്നു എന്നാണ് പറയണത്. അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറ. അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനെതിരായിട്ട് നിൽക്കും. പിന്നെ ഈ അച്ഛനെ ഒന്ന് പെടുത്തണം എന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ച് പൊങ്കാലയിടാൻ വേണ്ടി കുറെ പേര് നിൽപ്പുണ്ട്. അതിപ്പോൾ നിരാശരായി പോകുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും. അച്ഛനെ പെടുത്തണമെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും അച്ഛന്റെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കാണുമോ? അതെ, തെറ്റ് സംഭവിക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയണത് വൈദികനുണ്ടെങ്കിൽ തീർക്കാൻ പറ്റുമോ? ഞാൻ അതിനാ ഉത്തരം പറഞ്ഞ, ഒന്നിലധികം വൈദികരുള്ളത്, അനേക വൈദികരുള്ള കുടുംബങ്ങളുണ്ട്, മെത്രാനുള്ള കുടുംബങ്ങളുണ്ട്. അവിടെയൊന്നും എല്ലാ പ്രശ്നവും തീർക്കാൻ ആർക്കും പറ്റും. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം മുഖവന്മാരും മീൻപിടുത്തക്കാരും എല്ലാവരും അല്ലായിരുന്നു. വല്ല സമ്പുഷ്ടമായ കുടുംബവും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടെ പഠിച്ചോ. അപ്പം അത് വൈദികരും എവിടുന്ന് വേണേലും ഉണ്ടാകാം. അപ്പം ഈ നോബിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ലെങ്കിൽ, ഷൈനിനെ നല്ലപോലെയാണ് നോക്കിയിരുന്നെങ്കിൽ ഒരു ആത്മഹത്യ, അഥവാ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആത്മഹത്യയിലേക്ക്, അത് സ്വന്തം മക്കളെ അതിലേക്ക് കൊണ്ടുപോകും. ഇപ്പോ നമ്മളെ ഇതിനകത്താണെങ്കിലും തലേ ദിവസം ഇപ്പൊ ഈ ശനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ട് എന്തോ പ്രശ്നത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നുള്ളൊരു ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം. പക്ഷെ ഇത്രയും സഹിച്ച് അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു
യുവതി എന്ന് പറയുന്ന അവർ ഈ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കുറവല്ലേ? ഞാൻ അതിന് ഉത്തരം നിങ്ങളോട് പറഞ്ഞു. മോഡേൺ വികസിത രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ മരണം ഉണ്ടായാൽ അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, സയന്റിഫിക് ആയിട്ട്. ഇവിടെ ആ സംവിധാനം ഇല്ല. ഇവിടെ പിറ്റേ ദിവസം മുതൽ ആ വീട്ടുകാരെയും അച്ഛനെ ആക്രമിക്കാനുള്ള പ്രവണതയെ കണ്ടുള്ളൂ. സയന്റിഫിക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, അവളുടെ ബ്ലഡ് എടുത്ത് പരിശോധിക്കും, സാഹചര്യങ്ങൾ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും പരിശോധിക്കും. അപ്പോൾ അവരത് കണ്ടുപിടിക്കും അതിൻ്റെ കാരണം എന്നാണ്. ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇപ്പം അവൾ അറിയാണ്ട് വല്ലവരും രാസലഹരിയിൽ കൊടുത്തിട്ടുണ്ടോ? ഇപ്പം 5 പേരെ തല്ലിക്കൊന്നവന് ഇതുണ്ടായിരുന്നു, മദ്യം കഴിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രേരകമാണോ എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആ കൊച്ചുങ്ങളെ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നിങ്ങളുടെ സംശയം തീർന്നല്ലോ. നിങ്ങളെ ചോദിച്ചുകൊണ്ടിരുന്ന ഗ്രാനായ സഭയ്ക്ക് എന്നാന്നുള്ള ഞാൻ പറഞ്ഞു. ഞാൻ അതിന്റെ ഉത്തരവും പറഞ്ഞു.